ഹലോ വെൽക്കം ടു ദ വീഡിയോ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ ലിറ്ററേച്ചർ ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന പേപ്പറാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ദ 5th ക്ലാസ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത പുതിയൊരു ടോപ്പിക്കിലേക്ക് കണ്ടിന്യൂവേഷൻ ആണ്. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. പ്രീവിയസ് ക്ലാസ് ഡിസ്കസ് ചെയ്ത പാർട്ടിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ ഒരു കണ്ടസ്റ്റഡ് ആയ ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ, ട്രാൻസ്ലേഷനേക്കാൾ ഉപരിയായി ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റ് തന്നെ. ഇന്ത്യൻ ലിറ്ററേച്ചറിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റ് തന്നെ ഒരു കണ്ടസ്റ്റഡ് ആയ, വളരെയധികം തർക്കങ്ങൾക്ക് വിധേയമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇന്ത്യൻ സാഹിത്യം എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന സാഹിത്യം മാത്രമാണോ? സംസ്കൃത സാഹിത്യമാണോ? പ്രാദേശിക ഭാഷാ സാഹിത്യം മാത്രമാണോ? എന്താണ് ഇന്ത്യൻ സാഹിത്യം എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ നമ്മൾ, അതിൻ്റെ ചരിത്രം കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ പേര് വന്നത്? ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പേര് എവിടുന്നാണ് വരുന്നത്? ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഏത് ചരിത്രത്തിൽ, ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദം ഉപയോഗിച്ച് തുടങ്ങിയത്? നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ സ്കോളേഴ്സ് ആണ്, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഇൻഡിവിജ്വൽസ്. മൂന്നാമത്തേത് അവരുടെ ബുക്സ്. ഓക്കെ, അടുത്തത് നമ്മൾ ഇതിൻ്റെ ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ആ പുതിയ അടുത്ത കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കാരായ നമ്മൾ ഇന്ത്യൻ കൾച്ചർ എങ്ങനെയാണ് ഈ പദത്തെ, ഇന്ത്യൻ ലിറ്ററേച്ചറിനെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം വീഡിയോ കാണുക, ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക. 19ാം നൂറ്റാണ്ട് തൊട്ടിട്ടാണ് ഈ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദപ്രയോഗം തുടങ്ങുന്നതെന്ന് ജി.എൻ. ദേവി അഭിപ്രായപ്പെടുകയാണ്. 19th സെഞ്ച്വറി തൊട്ടിട്ടാണ് ഈ പദം വരുന്നത് ശരിക്കും. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നൊരു പഠന വിഭാഗം അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു നോളജിൻ്റെ ഒരു ബോഡി ഓഫ് നോളജ്. ഇന്ത്യൻ ലിറ്ററേച്ചർ ഇന്നതാണ് ബൈ ഡെഫിനിഷൻ, അതിൽ ഇന്ന കൃതികളുണ്ട്, അതിൻ്റെ രീതികൾ ഇന്നതാണ്, ഭാഷ ഇതാണ് എന്ന രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് 19th സെഞ്ച്വറി തൊട്ടാണ് വരുന്നതെന്ന് ജി.എൻ. ദേവി സൂചിപ്പിക്കുകയാണ്. അതിന് കാരണമാവുന്ന യൂറോപ്യൻ സ്കോളേഴ്സാണ്, അവരുടെ രചനകളാണ്. ഇൻഡോളജി എന്ന പേരിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പഠനകാലത്ത് ഈ ഓറിയന്റലിസം എന്നൊക്കെയുള്ള ബ്രാഞ്ചിൽ യൂറോപ്പിൽ സജീവമായിരുന്നു. ഈ ഇൻഡോളജിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പഠനം അവർ നടത്തിയത്. ഇതൊക്കെ തന്നെ അവർ ഈ വിഷയത്തിൽ അവർ പഠിച്ചതാകട്ടെ സംസ്കൃത സാഹിത്യമാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 19th സെഞ്ച്വറി യൂറോപ്യൻ സ്കോളറിനെ സംബന്ധിച്ച് മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. ദാറ്റ്സ് ഇറ്റ്. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജാതീയമായ വേർതിരിവ് സമ്മാനിച്ചിട്ടുള്ളൊരു ഭാഷയാണ്. ഒരു കാലത്ത് അതിനെ ആ രീതിയിൽ ഉപയോഗിച്ചിരുന്നു. ആ ഭാഷയുടെ കുഴപ്പമല്ല, അതിനെ ഉപയോഗിച്ചതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇറ്റ് ഹാസ് എ കാസ്റ്റ് ഹിസ്റ്ററി ടു ഇറ്റ്. അതിനെ ജി.എൻ. ദേവി അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മേഖല വരുന്നുണ്ട്. കാസ്റ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ് അതിൻ്റെ. എന്നാൽ ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക സാഹിത്യങ്ങൾ വൈവിധ്യങ്ങളാണ് പലതും. അല്ല, ഇന്ത്യയിൽ വൈവിധ്യങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇന്ത്യൻ സാഹിത്യം വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. അതിന് ഒരൊറ്റ കുടക്കീഴിൽ യൂണിറ്റിയിൽ ഒരു ഐക്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ള വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എന്നാൽ അത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഫലപ്രദമായി ചെയ്യുന്നുണ്ട് എന്നും ജി.എൻ. ദേവി അഭിപ്രായപ്പെടുകയാണ്. എസ്പെഷ്യലി സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളുടെ വരവ്, പിന്നെ പ്രോഗ്രസീവ് റൈറ്റേഴ്സിൻ്റെ അസോസിയേഷൻ, അതുപോലെ തന്നെയുള്ള ഈ സ്വാതന്ത്ര്യാനന്തര പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഒരു യൂണിഫൈഡ് ബോഡിയാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. Indian literature a contested category. A literary sensibility, needless to say, always operates in the context of a unified body of literature and integrated literary culture. ഒരു സാഹിത്യ മനോഭാവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ലിറ്റററി സെൻസിബിലിറ്റി, അത് ഏതൊരു സംസ്കാരത്തിലും, പ്രത്യേകിച്ച് സാഹിത്യമുള്ള സംസ്കാരത്തിൽ ഒരു ടോട്ടാലിറ്റി, സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ഒരു പൂർണ്ണമായ ആശയം, സാഹിത്യം എന്ന വിഷയത്തിൽ ഒരു പൂർണ്ണമായ അറിവ് ഉള്ള ഏതൊരു സംസ്കാരത്തിലും ഒരു ലിറ്റററി കൾച്ചറിൽ തീർച്ചയായിട്ടും ഉണ്ടാകും.
Can we, in the present context, speak about such a unified body of Indian literature and an integrated environment of Indian literary culture? എന്ന ചോദ്യം ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ഒരു യൂണിഫൈഡ് ആയ, അതായത് ഐക്യത്തിലുള്ള ഏകീകൃതമായ ഒരു സാഹിത്യ സംരംഭമുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലിറ്റററി കൾച്ചർ ഇൻറ്റഗ്രേറ്റഡ് ആണോ, എല്ലാം ഒരുമിച്ച് നിൽക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു വലിയ ചോദ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സാഹിത്യത്തിന്, നമ്മുടെ കൾച്ചറിന് വൈവിധ്യങ്ങളാണ് കൂടുതൽ. വെരി ഫ്യൂ അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യൻ ലിറ്റററി ഹിസ്റ്ററി ആർ സീൻ ടു മെയിൻറ്റെയിൻ ദിസ് വൈറ്റൽ ഡിസ്റ്റിങ്ഷൻ. വളരെ കുറച്ച് ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിലെ വളരെ കുറച്ച് ഏടുകൾക്ക് മാത്രമേ ഈ യൂണിറ്റിയെക്കുറിച്ച് പറയാൻ പറ്റൂ. ദ ടൈറ്റിൽ of the influential Chicago University primer, The Literatures of India, seems to recognize this point. ഷിക്കാഗോ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ലിറ്ററേച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ഇതിനെ ശരിവെക്കുന്നു. Literature in India, as any textbook history of Indian culture would tell us, is as old as its painting or its sculpture, perhaps a little less old than its community life. ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ സാഹിത്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാദേശിക സാഹിത്യം തന്നെയാണ്, ഇംഗ്ലീഷ് സാഹിത്യമല്ല. ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ പ്രായം അളക്കുകയാണ് ഇവിടെ. അതിൻ്റെ പ്രായം മറ്റ് ഇന്ത്യൻ കലകളുണ്ടല്ലോ, പെയിൻറ്റിങ്, ശില്പവിദ്യ, അതിനോടൊപ്പം തന്നെ പഴക്കമുള്ളതാണ് ഇവിടുത്തെ സാഹിത്യം. ഒരുപക്ഷെ ഇന്ത്യയിലെ ജനജീവിതം തുടങ്ങുന്നതിൻ്റെ അത്രയും പഴക്കം ഉണ്ടാവില്ല. ജനജീവിതം തുടങ്ങി കുറച്ചിങ്ങോട്ട് വന്ന് കലാരൂപങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ സാഹിത്യവും ഇന്ത്യയിലുണ്ട്. Sustained scholarly pursuit of the history of this literature, however, is of fairly recent origin and would not go back beyond the dawn of the 19th century. എന്നാൽ ഈ ചരിത്രത്തെ പഠിക്കാനുള്ള ശ്രമങ്ങൾ 19ാം നൂറ്റാണ്ടിന് അപ്പുറത്തേക്ക് കാണാൻ സാധിക്കില്ല. 19ാം നൂറ്റാണ്ടിലാണ് തുടങ്ങുന്നത്. This indeed is the moment of the constitution of Indian literature as a theoretical category. ഇന്ത്യൻ സാഹിത്യം എന്ന ഒരു പഠന വിഷയം തുടങ്ങുന്നത് 19ാം നൂറ്റാണ്ടിലാണ് therefore എന്ന് നമുക്ക് പറയാം, അല്ലേ? 19ാം നൂറ്റാണ്ട് തൊട്ടാണ് ഇന്ത്യൻ സാഹിത്യങ്ങളെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ചരിത്രം പഠിക്കാൻ തുടങ്ങുന്നത് നമുക്ക് പറയാം. This certainly is not to deny the self-knowledge of the identity of the several regional literatures in India by regional language scholars in the past, though historiographic accounts of these literatures too do not go far back beyond the early 19th century. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ തള്ളിക്കളയരുത് പ്രാദേശിക ഭാഷകളിലുള്ള ഭാഷാ പണ്ഡിതരുടെ സംഭാവനകളെ. അവർ തീർച്ചയായിട്ടും സെൽഫ് കോൺഷ്യസ് ആയി തങ്ങളുടെ തന്നെ സാഹിത്യത്തെക്കുറിച്ച് പഠിച്ചവരുണ്ട്. പക്ഷേ ആ പഠനങ്ങൾ പോലും 19ാം നൂറ്റാണ്ടിന് പിൻപിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. 18ാം നൂറ്റാണ്ടിലേക്കോ 17ാം നൂറ്റാണ്ടിലേക്കോ ഒന്നും പോകുന്നില്ല, അത്രയും പഴക്കമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ഫാക്ട് ദ ഫസ്റ്റ് ഹിസ്റ്ററീസ് ഓഫ് ദ മോസ്റ്റ് റീജിയണൽ ലാംഗ്വേജസ് ടു ഗെറ്റ് റിട്ടൺ ഓൺലി ഡ്യൂറിംഗ് ദിസ് ടൈം. ഇറ്റ് ഈസ് അറൌണ്ട് ദിസ് ടൈം അഗൈൻ ദാറ്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഗെറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ സെൽഫ് വാലിഡേറ്റിംഗ് ബോഡി ഓഫ് നോളജ്. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ സാഹിത്യത്തെ ഒരു അറിവിൻ്റെ ഒരു ശാഖയായിട്ട്, പഠന വിഷയമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. It has been pointed out that the first scholar to use this term was not an Indian, nor were Indian scholars particularly interested in tapping the unifying potential of the term in the 19th century. It was the German romantic theorist Wilhelm von Schlegel who in 1823 used it. 1823 ജർമ്മൻ സ്കോളറാണ്, റൊമാൻറ്റിക് തിയറിസ്റ്റാണ്, വിൽഹം ഫോൺ ഷ്ലെഗൽ എന്ന തിയറിസ്റ്റാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദം ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ സ്കോളേഴ്സ് ഉപയോഗിച്ചിട്ടില്ല. ഈ പദത്തിൻ്റെ ഗുണഫലം അനുഭവിക്കാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ഐക്യത്തിൻ്റെ ഒരു സ്വഭാവമില്ലേ? ഇന്ത്യയിലെ സാഹിത്യം എന്ന അർത്ഥത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ലിറ്ററേച്ചറിനെയും നമുക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ പണ്ഡിതന്മാർ വലിയ ചുറുചുറുക്ക് ശുഷ്കാന്തി കാണിച്ചില്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഷ്ലെഗൽ കാണിച്ചു. അദ്ദേഹം അതിനെ വിളിച്ചത് സിനിമസ്ലി വിത്ത് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. അങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ, സംസ്കൃത സാഹിത്യം എന്ന അർത്ഥത്തിലാണ്, അതിനോട് സിനിമസ് ആയിട്ടാണ്, സമാനാർത്ഥത്തിലാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദം അദ്ദേഹം ഉപയോഗിക്കുന്നത്. സിൻസ് ദെൻ എ നമ്പർ ഓഫ് വെസ്റ്റേൺ ഇൻഡോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നവർ ഹാവ് യൂസ്ഡ് ദ ടേം ടു റെഫർ to the unified literature of India, mainly Sanskrit, but at times also along with Sanskrit literatures written in Pali and the several dialects of Prakrit. സാൻസ്ക്രിത് സാഹിത്യത്തെ
സൂചിപ്പിക്കുന്നതിനാണ് ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദം ഉപയോഗിച്ചതെങ്കിലും പിന്നീട് അങ്ങോട്ട് സംസ്കൃതത്തിന്റെ പല ഡയലക്റ്റുകൾ, പ്രാകൃത് പോലുള്ള, പാലി പോലുള്ള ഡയലക്റ്റുകളൊക്കെ തന്നെ, ഭാഷകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന, അത്തരം സാഹിത്യങ്ങളെ സൂചിപ്പിക്കുന്ന പദമായി ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദം മാറി. വെരി റെയർലി ഡിഡ് മോഡേൺ നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ലൈക്ക് ബംഗാളി, ഉറുദു ആൻഡ് ഹിന്ദി find a place in the accounts of these writers, though literary histories pertaining to some of these linguistic cultures were appearing in parts of India during this period. ഇന്ത്യയിലെ മറ്റ് നോർത്ത് ഇന്ത്യൻ ഭാഷകളെ കുറിച്ചൊന്നും ഈ യൂറോപ്യൻ പണ്ഡിതന്മാരുടെ രചനകൾ നമ്മൾ കാണില്ല. അത് സംസ്കൃത് രചനകൾക്ക് മാത്രമാണ് ഭൂരിഭാഗവും അവർ ഈ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദം ഉപയോഗിച്ചത്. എന്നാൽ ചില ഇന്ത്യൻ പണ്ഡിതന്മാർ ഇക്കാലത്ത് ഹിന്ദി, ബംഗാളി, ഉറുദു ഇത്തരം ഭാഷകളിലുള്ള സാഹിത്യകൃതികളെ കുറിച്ച് പഠനം നടത്തിയതായിട്ടും കാണാം. ദ സ്ട്രോങ് ട്രഡീഷൻ ഓഫ് തമിഴ് ലിറ്റററി കൾച്ചർ ദാറ്റ് ഹാഡ് ഡീപ് റൂട്ട്സ് ഇൻ entire South India or the Kannada tradition of a somewhat later period also went unrepresented in their works. തമിഴ് അതുപോലെ തന്നെ കന്നഡ സാഹിത്യവും ഇവരുടെ ഒന്നും രചനകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. M. Garcendi Tassi's 2-volume History of the Literature of Hindu and Hindustani, ഈ വർഷങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക, ഓർമ്മിച്ചേക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ടാസിയുടെ 2 വോള്യത്തിൽ ഇറങ്ങിയ ഹിസ്റ്ററി ഓഫ് ദ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദു ആൻഡ് ഹിന്ദുസ്ഥാനി, ആൽബർട്ട് വെബേഴ്സ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ, ജോർജ് എ ഗ്രിയർസൺസ് മോഡേൺ വെർനാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ, ഏർണസ്റ്റ് പി ഹൊറോവിറ്റ്സ് a short history of Indian literature, Morris Winternitz 3-volume History of Indian Literature, and Herbert H. Gowen's History of Indian Literature are some of the literary histories that contributed towards the constitution of the category of Indian literature. ഈ പുസ്തകങ്ങളുടെ പേര് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഈ പുസ്തകങ്ങളാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന കാറ്റഗറി ഉണ്ടാക്കിയത്. ഇന്ത്യൻ സാഹിത്യം എന്ന പുതിയൊരു കാറ്റഗറി ഓഫ് ലിറ്ററേച്ചറിന് ജന്മം നൽകിയ പഠന ഗ്രന്ഥങ്ങളാണ് ഇവയൊക്കെ തന്നെ. T.R.S. Sharma in the preface to his 3-volume anthology Ancient Indian Literature is indirectly referring to the Sanskrit bias of early European scholars when he dwells upon the practical problems that he encountered in locating translations of literature from ancient India. അപ്പോൾ T.R.S. ശർമ്മയും ഈ പ്രശ്നത്തിലേക്ക് തന്നെ വിളിച്ചുകൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ആൻഷ്യന്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹവും പറയുന്നത് ഈ യൂറോപ്യൻ സ്കോളേഴ്സ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് വിളിച്ചത് സംസ്കൃത സാഹിത്യത്തെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം അത്തരം സാഹിത്യത്തിൻ്റെ തർജ്ജമകളെ അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം പരാമർശിക്കുന്നത്. Even today, European scholars of modern South Asian language and literature feel compelled to legitimize themselves and their fields of study working as they do in departments of South Asian studies, at times designated even now as departments of Indology. ഈ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്നുള്ള വിഭാഗത്തെ ഇൻഡോളജി, ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം എന്നുള്ള രീതിയിൽ ഇന്നും പേര് വിളിക്കാറുണ്ട് പല സ്ഥലത്തും. ദാറ്റ് ഡോമിനേറ്റഡ് ലാർജ്ലി ബൈ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് സ്കോളേഴ്സ്. അത് പഠിക്കുന്ന ഈ സ്കോളേഴ്സ് ആകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, സാൻസ്ക്രിറ്റ് സ്കോളേഴ്സാണ്, സംസ്കൃത ഭാഷയാണ്, സംസ്കൃത സാഹിത്യമാണ് അവർ ഈ പറയുന്ന ഇൻഡോളജിയിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന സംസ്കൃത സാഹിത്യമാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ദിസ് ഈസ് വാട്ട് വൺ ഷുഡ് ഇൻഫർ from this is what one should infer from the introduction to a volume of modern South Asian literature and film written by scholars working in European universities, in which the editors unambiguously state that one of the motives behind the compilation of the volume is the need to let the world know of the seriousness of the discipline. അപ്പോൾ ഈ വിഷയത്തിൽ, അതായത് ഈ ഡിസിപ്ലിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ യൂണിവേഴ്സിറ്റീസ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ പഠനങ്ങൾ ശ്രമിക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡിലൂടെയാണ് ഈ സ്കോളേഴ്സ് ഒക്കെ കടന്നു പോകുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ദി unabashed Eurocentrism of the statement apart, what one is to understand from this is that in spite of the enormous scholarship that has been produced on Indian literature by scholars of various hues from the South Asian subcontinent, the European scholarly attitude to this archive remains unchanged from what it was in the 19th century, represented by the works mentioned. 19ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ച്, അതായത് സംസ്കൃത സാഹിത്യമാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇന്നും തുടരുകയാണ് എന്നത് പറയുകയാണ്. All these works, without exception, also shared the class and caste bias of the tradition of Sanskrit-based Hindu orthodoxy. Some present-day critics recognize this as is indicated by the following comment of Sheldon Pollock in his introduction to a recent anthology of essays on literary cultures from South Asia.
ലിറ്റററി കൾച്ചേഴ്സ്, സാഹിത്യ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള, സൗത്ത് ഏഷ്യയിലുള്ള സാഹിത്യ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ഒരു ആന്തോളജിയിൽ, കളക്ഷനിൽ ഷെൽഡൻ പൊലോക്കിൻ്റെ ഒരു കൊട്ടേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഈ ബയാസ് വളരെ വ്യക്തമാണ്. അതായത് സംസ്കൃത സാഹിത്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ. അതിൽ തന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പഴയ കാലത്തെ ജാതി വ്യവസ്ഥയിലുള്ള വേർതിരിവും ഡിസ്ക്രിമിനേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എന്താണ് ആ കൊട്ടേഷൻ നോക്കാം. Making references to the early work of Indology by Western scholars starting from Hegel and Schlegel, Pollock says, Pollock in the quotation on Sanskrit posited as the classical code of early India, congruent with the new linked conceptions of classicism and class. The real plurality of literature in South Asia and their dynamic and long-term interaction were scarcely recognized, except perhaps incidentally by Protestant missionaries and British civil servants who were prompted by practical objectives of conversion and control. പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഓഫീസർമാരും മതപരമായ കാരണങ്ങൾ കൊണ്ടും പിന്നെ ജനങ്ങളെ അടക്കി ഭരിക്കുന്ന അവരുടെ രാഷ്ട്രീയ കാരണം കൊണ്ടൊക്കെ ഈ പ്രാദേശികമായ സാഹിത്യ രൂപങ്ങളെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അല്ലാതെ യൂറോപ്യൻ സ്കോളേഴ്സ് ഒന്നും തന്നെ പ്രാദേശിക സാഹിത്യത്തിന് പ്രാധാന്യം കൊടുത്തില്ല. ഈ സംസ്കൃത സാഹിത്യത്തിൻ്റെ ക്ലാസിസിസം, അതിൻ്റെ ആ പോംപ്, അതിൻ്റെ ആ സാഹിത്യത്തിൻ്റെ ആ പ്രൗഢി, അതുപോലെ തന്നെ റൂൾ ബൗണ്ട് ആയിട്ടുള്ള, അത് ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണല്ലോ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത്, ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു തലത്തിൽ മാത്രം നിന്നുകൊണ്ട് ജാതീയമായ വേർതിരിവും ആ സംസ്കൃത ഭാഷ പ്രതിനിധാനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് മാത്രമാണ് അവർ പഠനം നടത്തിയതും ആ ലെവലിൽ മാത്രമേ അവർ കാര്യങ്ങളെ കണ്ടുള്ളൂ എന്ന് പോളോക്ക് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അടുത്ത സെക്ഷൻ ദ തിയറിറ്റിക്കൽ കാറ്റഗറിയാണ്. ദി അബവ് മെൻഷൻഡ് വർക്ക്സ് ബൈ വെസ്റ്റേൺ ഇൻഡോളജിസ്റ്റ് വുഡ് ബ്രിങ് ദ സ്റ്റോറി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഡൗൺ ടു ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലേക്കാണ് ഇത് നമ്മളെ നയിക്കുന്നത്. ഇറ്റ് ഈസ് നൗ ദാറ്റ് വി സി ഇന്ത്യൻ സ്കോളേഴ്സ് ഷോ ഇൻട്രസ്റ്റ് ഇൻ ദി എമർജിംഗ് ജോൺറ ആൻഡ് പിക്ക് അപ്പ് ബ്ലൂ പ്രിന്റ് ഓഫ് വാട്ട് വാസ് വിർച്വലി എ പ്രോജക്ട് കൺസീവ്ഡ് ഇൻ ദ വെസ്റ്റ്. അങ്ങനെയാണ് ഇന്ത്യൻ സ്കോളേഴ്സിനെ ഏറ്റെടുക്കുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് ഇന്ത്യൻ സ്കോളേഴ്സ് എന്തിനെ ഏറ്റെടുക്കുന്നത്, ഈ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റ് ഏറ്റെടുക്കുന്നത്. അതുവരെ വെസ്റ്റേൺ സ്കോളേഴ്സ് മാത്രമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നതെന്ന് അതുവഴി സൂചിപ്പിക്കുകയാണ്. പാശ്ചാത്യ സ്കോളേഴ്സ് മാത്രം. ഇന്ത്യൻ സ്കോളേഴ്സ് ഓഫ് തിയറൈസ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഡൈവേഴ്സ് വേസ് ഇൻ 20th century ഇൻക്ലൂഡ് അണ്ടർലൈൻ ചെയ്യുക. നേരത്തെ നമ്മൾ വെസ്റ്റേൺ സ്കോളേഴ്സിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രധാനമാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുണ്ടായിരുന്ന ഇന്ത്യൻ പണ്ഡിതന്മാർ, ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഉയർത്തിക്കൊണ്ടുവന്നവർ. KR ശ്രീനിവാസ് അയ്യങ്കാർ, സി അരബിന്ദോ, കൃഷ്ണ കൃപലാനി, ഉമാശങ്കർ ജോഷി, VK ഗോകാക്, സുനീതി കുമാർ ചാറ്റർജി, സുജിത് മുഖർജി, സിസിർ കുമാർ ദാസ്, GN ദേവി ആൻഡ് ഐജാസ് അഹമ്മദ്, ഇവരൊക്കെയാണ്. മോസ്റ്റ് ഓഫ് ദി സ്കോളേഴ്സ്, with the obvious exception of Ijaz Ahmad, whose sensitive and highly nuanced elaboration of the category of Indian literature is in effect an acknowledgement of the impossibility of positing such a category, arrive at a broad possibility of considering Indian literature either as an expression of essential Indian culture or as the entity of discrete literary formations. ഐജാസ് അഹമ്മദ് ഒഴികെ ബാക്കി എല്ലാവരും ഒരു ഏകീകൃത ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞു. ഐജാസ് അഹമ്മദ് കുറച്ച് ഡൈവേഴ്സ് ആണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു, അതിൻ്റെ വൈവിധ്യങ്ങളെ ഫോക്കസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ എന്താക്കാൻ പറ്റില്ല, നമുക്കൊരു കാറ്റഗറി ആയിട്ട് അങ്ങനെ നിലനിർത്താനും പറ്റില്ല. ഒറ്റ കാറ്റഗറി എന്ന് വിളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ. കാരണം വൈവിധ്യങ്ങളാണ്. കേരളം മുതൽ അങ്ങ് നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കശ്മീർ വരെ നീളുന്ന ഒരുപാട് സാഹിത്യ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും, സാഹിത്യ ശൈലികൾ കാണാൻ പറ്റും, പ്രാദേശിക സാഹിത്യങ്ങൾ. അപ്പം എങ്ങനെ ഇവയെ നമുക്ക് അങ്ങനെ ഒറ്റൊരു കുടക്കീഴിൽ നിർത്താൻ പറ്റും എന്നുള്ളതായിരുന്നു വലിയ ചോദ്യം. The reformist nationalist modernity projects that were underway in all parts of India in the early 20th century acted as a great unifying force at this juncture. ഈ കാലഘട്ടത്തിലാണ് 20ാം നൂറ്റാണ്ടിൽ ദേശീയ പ്രസ്ഥാനവും ആധുനികതയും ഒക്കെ വലിയ തോതിൽ ഇതിനെ ഒരുമിപ്പിച്ച് നിർത്താൻ സഹായിച്ചത് ഇന്ത്യൻ സാഹിത്യങ്ങളെ. So did the progressive literary movement, Indian Progressive Writers Association IPWA, which launched in 1939 a journal under the title New Indian Literature from Lucknow. ലക്നൌവിൽ നിന്ന് ന്യൂ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പ്രസിദ്ധീകരണം തുടങ്ങാണ് IPWA, ഇന്ത്യൻ പ്രോഗ്രസീവ് പുരോഗമന പ്രസ്ഥാനം. ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വരവും വലിയ തോതിൽ ഇന്ത്യൻ സാഹിത്യത്തെ ഒരുമിപ്പിക്കുന്നതിൽ ഒറ്റൊരു ബോഡി ആയിട്ട് മാറ്റുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കുക, അത് അണ്ടർലൈൻ ചെയ്യുക, പ്രധാനപ്പെട്ട പോയിന്റാണ്. Since its inception in 1954, the Sahitya Academy under the tutelage of India's first Prime Minister Jawaharlal Nehru, who was also the first president of the Academy, has been propagating the idea of unity of Indian literature by using the slogan, Indian literature is one, though written in many languages, underline.
നെഹ്റുവിന് വലിയ പങ്കുണ്ട് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഒരുമിപ്പിക്കുന്നതിൽ. അതിന് സാഹിത്യ അക്കാദമി സ്ഥാപിക്കുന്നതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റും നെഹ്റു ആണ്. ഇപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇസ് വൺ ദോ റിട്ടൺ ഇൻ മെനി ലാംഗ്വേജസ് എന്ന സ്ലോഗനാണ്, മുദ്രാവാക്യമാണ് അവരുടേത്. ഇന്ത്യൻ സാഹിത്യം പല ഭാഷകളിൽ എഴുതപ്പെടുന്നുണ്ടെങ്കിലും അത് ഒന്നാണ് എന്ന്. The title of Academy's journal Indian Literature, echoing the name of short-lived IPWA forerunner, is more than symbolic in its sense. അക്കാഡമിയുടെ ജേർണലിൻ്റെ പേര് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നാണ്. That Indian literature as a theoretical category was constituted in the 19th century would nowadays be disputed only by bigoted adherents of cultural revivalism. 19ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന ടേം വന്നത് എന്ന് പലരും ഇന്ന് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അവർ ഈ അല്പം തീവ്ര ദേശീയവാദികളാണ്, അല്ലാതെ ഉള്ളവരൊന്നും അങ്ങനെ പറയില്ല എന്ന് GN ദേവി സൂചിപ്പിക്കുകയാണ്. Many thinkers of liberal persuasion can be seen sometimes explicitly but more often implicitly to be opposing this bigotry. Shishir Kumar Das's move in publishing the last two volumes, the one pertaining to this period since 1800, of his projected multi-volume history of Indian literature can be read as an implicit criticism of this. ഇതിനെ വിമർശിക്കുന്ന ശിശിർ കുമാർ ദാസിനെ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ദിസ് ബിഗട്രി. അദ്ദേഹം ഈ ബിഗട്രിയെ, ഈ ഒരു വർഗീയതയെ അദ്ദേഹം വിമർശിക്കുകയാണ്, ഈ ഒരു തീവ്ര കാഴ്ചപ്പാടിനെ. Though the reasons given for publishing the 8th and 9th volumes ahead of the volumes pertaining to the earlier periods is the easy availability of material pertaining to the modern period, one cannot ignore the fact that in doing so he is also focusing on the period when Indian literature actually came into being as the object of knowledge. ആദ്യം അദ്ദേഹം പബ്ലിഷ് ചെയ്ത് 1800-ലെ 19ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ്. അത് തന്നെ കാണിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്റ്റഡി മെറ്റീരിയൽസ് വേണം. സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള എന്തിൻ്റെ? 19ാം നൂറ്റാണ്ടിൻ്റെ മാത്രമാണ്. കാരണം ആ കാലത്താണ് വെസ്റ്റേൺ സ്കോളേഴ്സ് പഠിക്കാൻ തുടങ്ങുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ. അപ്പോഴാണ് മെറ്റീരിയൽസ് അവൈലബിൾ ആകുന്നത്. നേരത്തെ GN ദേവി നമ്മൾ പറഞ്ഞല്ലോ 19th century തൊട്ടാണെന്ന്. അപ്പം അതുകൊണ്ടാണ് ദാസിൻ്റെ ബുക്ക് 19th century മുതലാവുന്നത് എന്നും സൂചിപ്പിക്കുകയാണ്. Perhaps he is also suggesting the object's chronological extension back into the past is yet to be properly realized. This indeed is how all subject disciplines are conceived and constructed. An object of knowledge is constituted as a discipline with well-charted boundaries and well-defined objectives in answer to certain political compulsions. ചില രാഷ്ട്രീയ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയാണ് പലപ്പോഴും ഇത്തരം പഠനങ്ങൾ പോലും നടത്തപ്പെടുന്നതെന്ന് GN ദേവി സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും ഒരു ഒബ്ജക്റ്റ് ഓഫ് നോളജ്, അറിവിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് ബൗണ്ടറീസ് ഒക്കെയുള്ള ഒരു ശ്രമമായിരിക്കും. ഒരുപാട് അതിർവരമ്പുകളൊക്കെ ഇത്തരം ശ്രമങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. Indian literature too often, when constructed as a discipline, was meant to answer certain political and ideological needs. ഇന്ത്യൻ ലിറ്ററേച്ചറിനും അതേ പ്രശ്നമുണ്ട്. ചില അതിർവരമ്പുകളുണ്ട്. രാഷ്ട്രീയമായ ചില ആവശ്യങ്ങൾ അതിനും വരും. ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ പോകുമ്പോൾ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അവിടെ കടന്നു വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് സാഹിത്യം എന്ന് പറയുന്നത് പ്യുവർ ആർട്ട് മാത്രമല്ല, അതിൽ പൊളിറ്റിക്സ് ഒക്കെ കടന്നു വരുന്നുണ്ട്, ഐഡിയോളജി കടന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ്. ആ ഒരു പോയിന്റിലേക്കാണ് GN ദേവി എത്തിച്ചിരിക്കുന്നത് ഇവിടെ നമ്മളെ. Indian literature too, when constructed as a discipline, was meant to answer certain political and ideological needs. What are the ideological compulsions that rendered the constitution of Indian literature imperative in the 19th century? 19ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നു ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പ്രത്യേക പഠനധാര രൂപം കൊള്ളാൻ കാരണം? അതിൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു? A closer look at the nature of the scholarship produced on Indian literature during the period in question would help us to understand this problem. The 19th century and after that period in Indian history is the period of the colonialist and capital expansion, of social reform movements, of nationalist awakening and the freedom struggle leading finally to the country's independence. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കൊളോണിയൽ എക്സ്പാൻഷൻ്റെയും ഒക്കെ കാലഘട്ടമാണ്, ക്യാപിറ്റൽ എക്സ്പാൻഷൻ്റെയും ഒക്കെ കാലഘട്ടമാണിത്. അതൊക്കെ ഒരുപക്ഷെ അതിൻ്റെ പിന്നാമ്പുറത്തുണ്ടാവാം. ഈ രാഷ്ട്രീയങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ സാഹിത്യം എന്ന പേരിൽ ഒരു പുതിയ സാഹിത്യശാഖ ഉയർന്നു വരാനുള്ള പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാവാം കാരണമായിട്ട്. It is also the period of increasing modernization of the society with its attendant good and evil effects, of an expanding English studies program, of a proliferating print culture, of the democratization of the reading public, and in the sphere of literature, of an overall consolidation of the Western ideology of the aesthetic. The impact of these diverse developments can be seen imprinted in the kind of scholarship on Indian literature that God constituted during this period. ആ കാലത്തുണ്ടായ പല ഡെവലപ്മെൻറ്റ്സും ഉണ്ട്. നമ്മൾ പൊളിറ്റിക്സ് പറഞ്ഞു, കൊളോണിയലിസം, ക്യാപിറ്റലിസം, നാഷണലിസം, 3 കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ.
ടെക്നോളജി വരും, പ്രിൻ്റ് ടെക്നോളജി പ്രധാനപ്പെട്ടൊരു പ്രിൻ്റ് കൾച്ചറിൻ്റെ വർധന, അതിൻ്റെ വ്യാപനം, ഇംഗ്ലീഷ് സ്റ്റഡീസ്, ഇന്ത്യയിൽ ഇംഗ്ലീഷ് പഠനം വ്യാപിച്ചു. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചറിൽ പഠിച്ചു, മെക്കോളേസ് മിനിറ്റ്സും അതിന് ശേഷമുള്ള. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപിക്കുന്നത് ഇതേ 19th സെഞ്ച്വറിയിലാണ്. ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എന്ത് the kind of scholarship on Indian literature that got constituted during this period. ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണ്ഡിതന്മാരുടെ ഒരു ഗ്രൂപ്പ് ഇക്കാലത്ത് എങ്ങനെ ഉയർന്നു വന്നു, എവിടെ നിന്ന് വന്നു? യൂറോപ്പിൽ നിന്ന് വന്നു, അല്ലെ? യൂറോപ്യൻ പണ്ഡിതന്മാരാണ് ഇന്ത്യയെക്കുറിച്ച് പഠിച്ചത്. അവർ യൂറോപ്പിൽ ഇരുന്നുകൊണ്ടാണ് പഠിച്ചത്. തീർച്ചയായിട്ടും ഗവേഷണങ്ങൾ അവർ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷെ അവരുടെ ഫോക്കസ് ഈ സാൻസ്ക്രിറ്റ് അപ്പർ കാസ്റ്റ് ലിറ്ററേച്ചർ ആയിരുന്നു. ബാക്കിയൊന്നും അവർ ശ്രദ്ധിച്ചില്ല. ഇതിൻ്റെ കാരണം, ദ റീസൺ ഇസ് പ്രോബബ്ലി ഓൾ ദി എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ സിനാരിയോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവുമെന്നാണ് ജയൻ സൂചിപ്പിക്കുന്നത്. The developments indicated above are too panoramic and complex for us to do justice to all of them in analysis of this kind, but we will briefly examine three issues that are മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാമെന്നാണ് ജയന്തോയി പറയുന്നത്. എല്ലാം ചർച്ചയിൽ പ്രാക്ടിക്കൽ അല്ല. ദാറ്റ് ആർ intricately related to the question of Indian literature and see how they have interacted with one another to produce the kind of scholarship associated with the category of Indian literature. മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എങ്ങനെയാണ് അവ ഇന്ത്യൻ ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്തത്. We have already made a passing reference to the first of these in our preliminary remarks on the tradition of Sanskrit-based Hindu orthodoxy that animated much of the work connected with Indology. ഓൾറെഡി നമ്മൾ സാൻസ്ക്രിറ്റ് ബേസ്ഡ് പഠനങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇൻഡോളജിയെക്കുറിച്ച് പറയുമ്പോൾ we shall also examine the question of language that has played a crucial role in the construction of the category. ഇനി ഭാഷയെക്കുറിച്ച് അടുത്ത് പറയാൻ പോകുന്നത്. The co-option of the category by the nationalist discourse for the production of the metaphysics of a national literary sensibility will be the third issue under analysis. അതായത് എങ്ങനെയാണ് നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ്, നാഷണൽ ലിറ്റററി സെൻസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ദേശീയ സാഹിത്യ ബോധം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഏകീകൃത ദേശീയ സാഹിത്യ ബോധത്തിൻ്റെ സൃഷ്ടി ആവശ്യമായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത്. അതിനുവേണ്ടി എങ്ങനെ ഈ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന ആശയത്തെ അവർ കോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാംശീകരിച്ചു, ഉപയോഗിച്ചു, തങ്ങളുടെ ഭാഗമായി ഉപയോഗിച്ചു. എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം അതിനെ ഉപയോഗിച്ചു, അതാണ് നമ്മളിനി അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടല്ലോ, മനസ്സിലായെന്ന് കരുതുന്നു. സംശയം കണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അത് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി വീഡിയോ കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ വീഡിയോ വീണ്ടും കണ്ട് ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക മെറ്റീരിയലിൽ തന്നെ. പിന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവാം, അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ബൈ.